പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. പ്രിയപ്പെട്ടവരെ, സഭ നമ്മുടെ വിചിന്തനത്തിനായി ഇന്ന് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്ത് ഉള്ളവരോട് അരുളി ചെയ്യും: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും: കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ദൈവമേ, സ്തുതിന് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷ പ്രകാരം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ യുഗോന്മുഖ ജീവിതത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഇതിനെ നമ്മുടെ കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണമായിട്ടും വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷ പ്രകാരം കണക്കാക്കപ്പെടുന്നു. കപടനാട്യക്കാരായ ഫരീസ്യരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ശേഷമാണ് കർത്താവ് അന്ത്യവിധിയെക്കുറിച്ചും അന്ത്യകാലഘട്ടത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ നമ്മോട് പറയുന്നത്. അതിനുശേഷം നിരവധി ഉപമകൾ വഴി കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. വിശ്വസ്തനും അവിശ്വസ്തനുമായ കാര്യസ്ഥനെക്കുറിച്ച് 24-ാം അധ്യായം 45 മുതൽ 51 വരെ വാക്യങ്ങൾ, 10 കന്യകളുടെ ഉപമ 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, താലന്തുകളുടെ ഉപമ 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഇതിന് ശേഷമാണ് ജനതകളുടെ വിധി എന്ന തലക്കെട്ടോടുകൂടി ഉള്ള പ്രഭാഷണം വരുന്നത്. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ പറ്റിയാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ ആഗമനം എളിയവരോടുകൂടെ എളിയവനായി ജീവിച്ച് ഉള്ള മനുഷ്യപുത്രൻ്റെ ആഗമനമായിരുന്നു. കാലിത്തൊഴുത്തിൽ ജീവിച്ച് കാൽവരിയിൽ മരിച്ച എളിയ മനുഷ്യരോടുകൂടെ ജീവിച്ച ദൈവപുത്രൻ. എന്നാൽ തൻ്റെ രണ്ടാമത്തെ ആഗമനം എന്ന് പറയുന്നത് മനുഷ്യരെ വിധിക്കാൻ വേണ്ടി മഹത്വത്തിൽ എഴുന്നള്ളി വരുന്നതാണ്. കാരണം അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവിനെ പോലെയാണ് എഴുന്നള്ളുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇടയനും കുഞ്ഞാടുകളെയും കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. ഇടയനായ ദൈവവും കുഞ്ഞാടുകളായ ദൈവത്തിൻ്റെ മക്കളും എന്നുള്ള പ്രാതിപാദ്യം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. കർത്താവിൻ്റെ വിധിയുടെ ദിവസത്തിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ളതാണ് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ജനതകൾക്കും അന്ത്യകാലത്തിൽ ഒരു വിധി ഉണ്ടാകും എന്ന് പറയുന്നു. വിധിക്കപ്പെടുമ്പോൾ ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കുമെന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തും: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ,
ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമായിരിക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങളിൽ നമ്മൾ പല ഭാഗത്ത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 23 വാക്യങ്ങളിൽ സെബെദീപുത്രന്മാരായ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ വന്ന് യേശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ മഹത്വത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എൻ്റെ മക്കൾക്ക് ഒരാൾക്ക് വലതുവശത്തും ഒരാൾക്ക് ഇടതുവശത്തും ഇരിക്കാനുള്ള വരം കൊടുക്കണമേ എന്ന്. അപ്പോൾ അവിടെ വലതുവശവും ഇടതുവശത്തിനും ഒരേ പ്രാധാന്യമാണ് നൽകപ്പെടുന്നത്. എന്നാൽ കർത്താവിൻ്റെ വിധിയുടെ ദിവസത്തിൽ വലതുഭാഗത്തുള്ളവർക്ക് കൂടുതൽ നന്മയുടെ വശവും ഇടതുഭാഗത്തുള്ളവർക്ക് ഒരു നാശത്തിൻ്റെ ഭാഗവുമായിട്ടാണ് ഈ സുവിശേഷം നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ആദ്യം കർത്താവിനെ ഇടയനായിട്ട് ചിത്രീകരിക്കുകയാണ് സുവിശേഷകൻ. അതിനുശേഷം പിന്നീട് വിധിക്കുന്ന ഒരു രാജാവായിട്ട് മാറുന്നു. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ പഴയ നിയമത്തിലെ രാജാവായിരുന്ന ദാവീദ് രാജാവ് ഒരു ഇടയ ബാലനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഒരു രാജാവായിട്ട് തൻ്റെ മഹത്വത്തിലായിരുന്ന ജനതകളുടെ മേൽ ഭരണം നടത്തിയത്. ഇവിടെ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ ഒരു രൂപം നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. ഇതിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കുക എന്നതാണ്. പാവപ്പെട്ടവരോടുള്ള പക്ഷം ചേരൽ, പാവപ്പെട്ടവരെ ഏത് വിധത്തിലും സഹായിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ കാലത്തിൽ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല. പഴയ നിയമത്തിൽ നിരവധി ഭാഗങ്ങളിൽ ഈ പാവപ്പെട്ടവരോടും എളിയവരോടും അടിമകളോടും വിധവകളോടും ഉള്ള സഹാനുഭൂതി ഉണ്ടാകണം. അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു വ്യക്തിയുടെയും കടമയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലേവ്യർ പുസ്തകം 19-ാം അധ്യായം, പുറപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം, ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് പാവങ്ങളെ സഹായിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 6 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. 6 മേഖലകളിലുള്ള സഹായം നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. 1, വിശക്കുന്നവരെ കാണുമ്പോൾ. 2, ദാഹിക്കുന്നവരെ കാണുമ്പോൾ. പരദേശിയായിരുന്നവരെ കാണുമ്പോൾ. പിന്നീട് നഗ്നനായി വരുന്നവരെ കാണുമ്പോൾ. പിന്നീട് രോഗിയായിട്ടുള്ളവരെ, കാരാഗൃഹത്തിലുള്ളവരെ. ഈ മേഖലയിലുള്ളവരെല്ലാം എന്തെങ്കിലും ജീവിതത്തിൻ്റെ കുറവ് അനുഭവിക്കുന്നവരാണ്. വിശക്കുന്നവന് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, ദാഹിക്കുന്നവന് കുടിക്കാൻ വെള്ളമില്ല, കാരാഗൃഹത്തിലായിരിക്കുന്നവൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, വസ്ത്രം ധരിക്കുവാൻ ഇല്ലാത്തവനാണ് നഗ്നൻ എന്ന് പറയുന്നത്. പരദേശി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വന്നിട്ട് പാർക്കാൻ ഇടമില്ലാത്തവനാണ്. കുറവുള്ള മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചുറ്റും ആരാണ് കുറവുള്ളവർ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. പലപ്പോഴും നമ്മൾ നമ്മുടേതായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ തന്നെയാണ് കുറവുള്ളവർ, മറ്റുള്ളവർക്ക് എല്ലാം ഉണ്ട് എന്നുള്ള ഒരു ചിന്ത വരും. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള കുറവ് അനുഭവിക്കുന്നവരുണ്ട്. ചിലർ ഭക്ഷണത്തിൻ്റെ മാത്രമുള്ള കുറവുള്ളവരായിരിക്കാം, ചിലർക്ക് വസ്ത്രമില്ലായിരിക്കാം, ചിലർക്ക് പാർപ്പിടമില്ലായിരിക്കാം. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് സാമ്പത്തികമായി പലതരത്തിലുള്ള കുറവുകൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഈ എല്ലാ കുറവുകളുള്ള ഒരു വ്യക്തിയെ സഹായിക്കുക, അവർക്ക് നന്മ ചെയ്യുക, അവർക്ക് കാരുണ്യ പ്രവൃത്തികൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നതല്ല അർത്ഥം. ഏതെങ്കിലും ഒരു ചെറിയ കുറവുള്ള വ്യക്തികൾക്ക് പോലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് പറയുന്നത്. കുറവുള്ള മനുഷ്യരോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ദൈവത്തെ തന്നെയാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എൻ്റെ സഹോദരന്മാർ എന്നാണ് കർത്താവ് കുറവുള്ള മനുഷ്യരെ, ഇല്ലാത്തവരെ വിളിക്കുന്നത്. കുറവുള്ള എല്ലാ വ്യക്തികളും ദൈവത്തിൻ്റെ സഹോദരങ്ങളാണ്. അപ്പോൾ ആ സഹോദരങ്ങളോട് ചെയ്യുന്ന പ്രവൃത്തികൾ
ദൈവത്തിൻ്റെ സഹോദരങ്ങൾ എൻ്റെയും സഹോദരങ്ങളാണ്. യേശുവിൻ്റെ സഹോദരങ്ങൾ എൻ്റെയും സഹോദരങ്ങളാണ്. അപ്പോൾ നമ്മൾ എല്ലാ സഹോദരങ്ങളെയും ഒരുപോലെ കാണണം, ഒരുപോലെ നോക്കണം. നോക്കുമ്പോൾ മാത്രമാണ് അവരുടെ കുറവുകൾ മനസ്സിലാകുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ സുവിശേഷം നൽകുന്നുണ്ട്. നന്മ പ്രവൃത്തികൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കപടത ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കർത്താവ് ഈ സുവിശേഷത്തിലൂടെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ പല മനുഷ്യർക്കും കുറവുകളുണ്ട്. പലരുടെയും കുറവുകൾ പലപ്പോൾ ഒരുപക്ഷെ നമുക്കറിയത്തില്ല. പല രീതിയിലും നമ്മൾ ഒരുപക്ഷെ സഹായിക്കേണ്ടി വരും. കുറവുള്ള മനുഷ്യർ ഇങ്ങോട്ട് വന്ന് ഒരുപക്ഷെ അവർ അഭിമാനം കാരണം പറയാറില്ല, എനിക്ക് ഭക്ഷണം കുറവുണ്ട്, വസ്ത്രമില്ല, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒരുപാട് മോശമാണെന്ന്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആർക്കാണ് കുറവുള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുകയും സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് കുറവുള്ള മനുഷ്യർ നമ്മുടെ അടുത്തേക്ക് വരട്ടെ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പൊതുവായ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൂടെ വ്യക്തികളിലൂടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതും ഒരു സഹായത്തിൻ്റെ ഒരു രീതിയാണ്. പക്ഷെങ്കിൽ വ്യക്തിപരമായിട്ട് കുറവുള്ള മനുഷ്യരിലേക്ക് ഈ കൊറോണ കാലത്തിൽ കടന്നു ചെല്ലുവാൻ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കും കുറവുള്ള മനുഷ്യരാണ്. നമ്മളെക്കാട്ടിയും കുറവുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ചുറ്റും നമ്മുടെ സഹോദരങ്ങളായി ജീവിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ ഈ സുവിശേഷം നമ്മെ നൽകുന്നുണ്ട്. പ്രതിഫലം നൽകുന്നതും ദൈവമാണ്. നമുക്ക് എന്ത് പ്രതിഫലം നൽകുമെന്ന് ചിന്തിച്ചുകൊണ്ട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. ദൈവം തൻ്റെ വിധിയുടെ ദിവസത്തിൽ നമ്മൾ ചെയ്തത് നന്മയാണോ, നമ്മൾ ചെയ്തത് തിന്മയാണോ എന്ന് കർത്താവ് പറയും. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തെ ഭാഗം നമ്മൾ വായിച്ചു കേട്ടപ്പോൾ നമ്മളുടെ ഒരു നന്മ ചെയ്യുവാൻ, ഈ കൊറോണ കാലഘട്ടത്ത് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ ഒരിക്കലും മടിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം വിധിക്കുമ്പോൾ നമുക്കും വിധിയുടെ നാളിൽ നന്മയുടെ വലത്ത് ഭാഗത്ത്, ക്രിസ്തുവിൻ്റെ വലത്ത് ഭാഗത്ത് ആയിരിക്കുവാനുള്ള കൃപയും ശക്തിയും ദൈവം തമ്പുരാൻ നൽകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമേൻ.